മാന്യപ്രേക്ഷകർക്ക് പ്രണാമം. ഇന്നലെ ആലപ്പുഴയിൽ 3 പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. അതില് ഒരെണ്ണം കടപ്പുറത്തായിരുന്നു. ഏതാണ്ട് മുക്കുവരടി ഒരമ്പലത്തില് കൂടുതലും ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നു. രണ്ടാമത്തേത് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ വേദം പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക്. വൈകുന്നേരം 4 മണിക്ക് വേറൊരു സ്ഥലത്ത് പതിയാങ്കുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ഒരമ്പലത്തിൽ. 3 സ്ഥലത്തും എന്ത് വേണമെങ്കിലും കേൾക്കുന്നവർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ ക്ലാസ് തുടങ്ങിയത് തന്നെ ഹിന്ദു ജനതയിലെ ഹൈന്ദവരില് ഹിന്ദുവാണെന്നുള്ളതിൽ ആത്മാഭിമാനമുണ്ടാക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. എങ്ങനെയാണോ ഒരു ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നത്, മുസ്ലിങ്ങളാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നത്, അതേപോലെ ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അവകാശികൾ ഇന്നും അതേ പൈതൃകത്തിൽ അറിഞ്ഞോ അറിയാതെയോ ജീവിക്കുന്ന, അവരുടെ മനസ്സിൽ അപകർഷതയുണ്ടാക്കാതെ ആ അപകർഷത മാറ്റി ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിക്കണം ജഗദീശ്വര ഭാരതമാതാവേ എന്ന് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് വന്നത് എന്ന് ക്ലിയറായിട്ട് പറയുകയും ചെയ്തു. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞു. ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. പതിയാങ്കുളങ്ങര ഞാൻ അതിനടുത്തുള്ള അമ്പലത്തിൽ പോയത് വലിയ ചുടുകാടിൻ്റെ അടുത്തുള്ള അമ്പലമായിരുന്നു. എന്നോട് അറിയിക്കുകയും ചെയ്തു ആ അമ്പലത്തിൻ്റെ ചുറ്റുമാണ് പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുള്ളത്. ആ പ്രദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമാണ് എന്ന് പറയുകയും ചെയ്തു. രാവിലെ 150 പേരാണ് ഉണ്ടായിരുന്നത്. പൊങ്കാല കഴിഞ്ഞിട്ടുള്ള വീട്ടിലേക്കുള്ള പോക്ക്, പിന്നെ മടങ്ങി വരാനുള്ള വൈകൽ. വേദം പഠിക്കാൻ ഒരു 10-50 പേരുണ്ടായിരുന്നു. ധാരാളം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ഇതിൽ കുറേ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളായിട്ട് മതപരിവർത്തനം ചെയ്ത് ഹിന്ദുക്കളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്നവരാണ് ഹിന്ദു ധർമ്മത്തിൽ എന്ന് അവർ തന്നെ പറഞ്ഞു. വളരെ ധന്യമായിട്ടുള്ള വാക്കുകളും മുഖഭാവവുമൊക്കെ കണ്ടു. ഇവിടെ വേദത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോഴത്തേക്കും അവരുടെ ഒരു സംതൃപ്തി വിവരണാതീതമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ ചുടുകാടിൻ്റെ അടുത്തുള്ള അവിടെ വന്നത്. ഒരു വലിയ ഗ്രൗണ്ട് നിറച്ച ആൾക്കാരായിരുന്നു. ഒരു വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന്. ഞാൻ വെറുതെ ചോദിച്ചു, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് മുമ്പിലുണ്ടാവുക? സാറ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഇവിടെ 50% മുസ്ലിങ്ങളും 50% ഹിന്ദുക്കളുമാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. സാറെന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഏതായാലും പറയാനുള്ളത് മുഴുവനും പറഞ്ഞു, പദാനുപദം വിവരിച്ചു. എന്നിട്ട് തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഈ നാട് അസാധാരണമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ലോകം ഭാരതത്തെ ഏതാണ്ട് ഒരു ഉജ്ജ്വലമായ മാതൃകയായിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. അതേപോലെ നമ്മുടെ സംസ്ഥാനത്തിലും പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാം തിരിച്ചു വരുന്നു. വെടിക്കെട്ടുകളുടെ അളവ് എണ്ണം കുറഞ്ഞു വരുന്നു. ആനയുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ദുരാചാരങ്ങളുടെയും മറ്റും അളവ് കുറഞ്ഞു വരുന്നു. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അത് കേൾക്കാനും പഠിക്കാനും ആൾക്കാർ മുമ്പോട്ട് വരുന്നു. ഇതെല്ലാം പറഞ്ഞ് ഒരു 10,000 വർഷം നിലനിന്ന ഒരു സംസ്കാരത്തിന്റെ അവകാശികളാണ് നമ്മൾ. 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ 112 മണ്ണടിഞ്ഞു. ഒരെണ്ണം ചൈനീസ് സംസ്കാരം. അത് തിരിച്ചു വരുന്ന ആ വലിയ ഉജ്ജ്വലമായിട്ടുള്ള തിരിച്ചുവരവ് നേരിട്ട് ചൈനയിൽ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. സേതുമാധവനും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നെ അവിടേക്ക് ക്ഷണിച്ചതിൻ്റെ മഹാഭാഗ്യം ആസ്വദിക്കാനും ടിയാനൻമെൻ സ്ക്വയറും മാവോ സേതുങ്ങിൻ്റെ ഡെഡ് ബോഡിയും പോളിറ്റ് ബ്യൂറോ ഓഫീസുകളും ചൈനയുടെ വൻമതിലുകളും ക്രൗൺ പ്ലാസയിൽ താമസിച്ചിട്ട്
ബെയ്ജിങ്ങിലെ ഒളിമ്പിക്സ് ഓഡിറ്റോറിയവും എല്ലാം കാണാൻ ഭാഗ്യം കിട്ടിയ അൾട്രാ മോഡേൺ ചൈനയിൽ അൾട്രാ ഏൻഷ്യന്റ് ഹെറിറ്റേജ് ഭാരതത്തിൽ നിന്ന് പോയ ബുദ്ധമതം, അത് യുവാക്കളും യുവതികളും അസാധാരണമാം വിധത്തിൽ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നേരിട്ട് കാണാൻ സാധിച്ചതാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന തലമുറയ്ക്കകത്ത് കമ്മ്യൂണിസത്തിന്റെ ഹരം കയറിയിട്ട് വാക്വമാണ്. അവിടെ ഒരു തരത്തിലും ആത്മീയതയോ മതമോ ഇല്ല. പക്ഷെ വളരുന്ന തലമുറയിൽ അതുണ്ട്. അത് 113ാമത്തെ സംസ്കാരം. 114 ഭാരതത്തിലെ സംസ്കാരം. അതിന്ന് ഒരു പ്രധാനമന്ത്രിക്ക് ഹരഹര മഹാദേവ എന്ന് പറഞ്ഞ് എലക്ഷൻ പ്രസംഗം നടത്താൻ ഭാഗ്യം കിട്ടിയത്, ട്രിപ്പിൾ തലാക്ക് ചൊല്ലി നല്ല ഹിന്ദുവാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന മോഡിയെയും മോഡിയുടെ പാർട്ടിയെയും ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കിട്ടിയ പാർട്ടിയെയും ട്രിപ്പിൾ തലാക്ക് ചൊല്ലി തിരസ്കരിക്കുമെന്ന് പറഞ്ഞ യെച്ചൂരിയെ പോലെയുള്ളവരുടെ പാർട്ടിക്ക് കെട്ടിവെച്ച പണം ഒരു സ്ഥലത്ത് നിന്ന് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു റിസൾട്ട് ഇലക്ഷൻ മണ്ഡലത്തില്, സാമൂഹിക മണ്ഡലത്തില്, ആത്മീയ മണ്ഡലത്തില് എല്ലാം മാറി ഈ രാഷ്ട്രത്തിന്റെ പൈതൃകവും സംസ്കാരവും ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ സംസ്കാരമാണ്. അത് സ്വീകരിക്കാൻ പള്ളിക്കാരും മസ്ജിദുകാരും മുസ്ലിങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വിനു ജോർജിനെ പോലെയുള്ളവരും വേണുഗോപാലിനെ പോലെയുള്ളവരും ഏതാനും ആഴ്ചയ്ക്ക് മുമ്പ് മറ്റൊരു രീതിയിൽ പറഞ്ഞത് തിരിച്ചു പറയാൻ പത്രമാധ്യമങ്ങളിൽ ചങ്കൂറ്റം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ പള്ളിയിലെ അച്ഛന്മാരുടെ പ്രവൃത്തിയും പള്ളിയുടെയും ബിഷപ്പിന്റെയും പ്രവൃത്തികൾ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള വിനു ജോർജ് കത്തി കാളി ഒന്ന് തുറന്നു കാണിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അകറ്റി നല്ല ധന്യമായിട്ടുള്ളത് സയന്റിഫിക്കലി ലോജിക്കലി പഠിക്കണം. അതിനുവേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്, അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് തുടങ്ങിയതിന്റെ ഷീറ്റുകൾ എല്ലായിടത്തും വിതരണം ചെയ്തിട്ടായിരുന്നു ക്ലാസ് ഇപ്പോൾ എടുക്കാറുള്ളത്. ഈ 3 സ്ഥലത്തും അങ്ങനെ ഷീറ്റുകൾ വ്യത്യസ്ത വിഷയങ്ങളിൽ വിതരണം ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തത്. പലപ്പോഴും ഇതിനു മുമ്പ് ക്ലാസ് എടുത്ത സ്ഥലത്തുള്ള റെസ്പോൺസ് ഈ പ്രഭാഷണത്തിൽ പോയപ്പോൾ അതിന്റെ സംഘാടകർ പറഞ്ഞിരുന്നു, ഇതുമാതിരിയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവരെ അമ്പലത്തിൽ കൊണ്ടുവന്നാൽ മതി, വെറും ആത്മീയതയും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, അമ്പലത്തിൽ പൊക്കോളൂ, നാമം ജപിച്ചോളൂ എന്ന് മാത്രം പറയുന്നവരെ ഒന്നും കൊണ്ടുവരണ്ട എന്ന് വരെ സമൂഹം പറയുകയും നല്ല സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോടുകൂടി, ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി, റാഷണൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പറയാൻ കപ്പാസിറ്റി ഉള്ളവരുടെ പ്രഭാഷണം കേൾക്കാൻ 10,000 വരുന്നത് കൊണ്ട് അത് മതി എന്ന് പറയത്തക്ക വിധത്തിൽ സമൂഹം ഉയരുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണണം. മൈക്കൽ ജാക്സന്റെ മരണശേഷം ബന്ധുക്കള് കേരളത്തിൽ വന്ന് ഹിന്ദു ധർമ്മം സ്വീകരിച്ച് മൈക്കൽ ജാക്സന് പിതൃകർമ്മം നടത്തി നാവാമുകുന്ദ ക്ഷേത്രത്തില് എന്നുള്ളത് പറഞ്ഞു. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ടാണ് വന്നത് വൈറ്റ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ്. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി, കഴിഞ്ഞ പ്രധാനമന്ത്രിയും മാസത്തിൽ ഒരിക്കൽ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ലെവലിലേക്ക്. ഇവിടെ ബിഷപ്പില്ല, കർദിനാളില്ല, ഇവിടെ മതപരിവർത്തനത്തിന്റെ തൊഴിലാളികളില്ല. എന്നിട്ടും ഈ ധർമ്മം തന്നെത്താനെ നിലനിൽക്കുന്നു. വർക്കിംഗ് ഡേയിൽ പോലും, നട്ടുച്ചയ്ക്ക് പോലും ഇത്രയും പേര് ഇതെല്ലാം കേൾക്കാൻ വരുന്നത് ഈ ധർമ്മത്തിന്റെ മഹത്വമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആലപ്പുഴയിലെ 3 പരിപാടികളും ആവിഷ്കരിച്ചത്. ആലപ്പുഴയിലെ കോർഡിനേറ്ററും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല ധന്യമായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻജിയുടെയും കുടുംബത്തിന്റെയും കോർപ്പറേഷനും ഇതെല്ലാം ക്രമീകരിച്ചത് അദ്ദേഹമാണ്. കൂടെ പ്രഭാകരൻ നായരും മറ്റേ ഗോപാലകൃഷ്ണനും, രാപ്പകൽ എൻ്റെ കൂട്ടത്തില് വാഹനം ഓടിക്കുന്ന ശ്രീകുമാറുമെല്ലാം ഈ ദൗത്യത്തില് ഒരുമിച്ച് വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും ക്ഷേത്രത്തിലെ സംഘാടകർക്കുമെല്ലാം ഏതോ ഒരു ഉജ്ജ്വലമായ അനുഭൂതിയുടെ ആ തലം നേരിട്ട് കാണാൻ സാധിച്ചു.
ഹിന്ദു ധർമ്മത്തിന്റെ തിരിച്ചുവരവ് ഉറപ്പിച്ചു പറയാവുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. പ്രണാമം, നമസ്കാരം.